മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇനി കാണാൻ പോകുന്ന രണ്ട് ക്ലാസ്സുകളാണ് സിഫാലോപോഡിയും സ്കാഫോപോഡിയും. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഗ്യാസ്ട്രോപോഡിയാണ് കണ്ടത്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് സിഫാലോപോഡ. ഏൻഷ്യൻ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ആണ്. ഈ ഗ്രൂപ്പിൽ ഈ ക്ലാസ്സിൽ എത്ര സ്പീഷീസ് ഇപ്പോൾ ഉണ്ടെന്ന് അറിയാമോ? 700 സ്പീഷീസ് ഉണ്ട്. 10,000 സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ ലിവിങ് റിപ്രസെൻറ്റേറ്റീവ്സ് കോമൺ ആയിട്ട് കട്ടിൽ ഫിഷ് ഉണ്ട്, സ്ക്വിഡ്സ് ഉണ്ട്, ഒക്ടോപ്പസ് ഉണ്ട്, നോട്ടിലി. അപ്പം നമുക്ക് ഓരോരുത്തരെയും അപ്പിയറൻസ് ജസ്റ്റ് ഒന്ന് കാണാം. കട്ടിൽ ഫിഷ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾ ആയിട്ടുള്ള ഓർഗാനിസം. അപ്പോൾ നമ്മളത് കാണും. പിന്നെ സ്ക്വിഡ്സ് കാണാവാ. ഇത് നിങ്ങൾ വീട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരിക്കും അല്ലേ കഴിക്കാനായിട്ട്. സ്ക്വിഡ്സ് അപ്പിയറൻസ് വൈസ് കട്ടിൽ ഫിഷും സ്ക്വിഡും ഒരേപോലെ ഇരിക്കും. കട്ടിൽ ഫിഷിന്റെ ഒരു ബോഡിയിൽ ഒരു ഇന്റേണൽ സ്കെൽട്ടൻ ഉണ്ട്, കട്ടിൽ ബോൺ എന്ന് പറയും. അതുകൊണ്ടാണ് ആ പേര് തന്നെ വന്നതേ. പിന്നെ ഒക്ടോപ്പസസ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നോട്ടിലി അതിന് വേറൊരു അപ്പിയറൻസ് ആണേ. എല്ലാത്തിനും കണ്ടോ കുറേ ആംസ് ഉണ്ട് അല്ലേ? ഫൂട്ട് മോഡിഫൈ ചെയ്തിട്ടുള്ള അതൊരു സ്പെഷ്യൽ ഫീച്ചറാണ് ഈ ഒരു ക്ലാസ്സിന്റെ. ഹാബിറ്റാറ്റ് നോക്കുകയാണെങ്കിലോ, മറൈൻ ആൻഡ് പെലാജിക് എന്ന് പറയുമ്പോൾ എന്തുവാണ്? അടിത്തട്ടിലല്ല കാണുന്നത്, മുകളിൽ. പെലാജിക് സർഫസ് ഡ്വെല്ലർ ആണ്. പിന്നെ കാർണിവോറസ് ആണ്. ഏജിൽ പ്രിഡേറ്റർ ആണ്. ഏജിൽ പ്രിഡേറ്റർ എന്ന് പറഞ്ഞാൽ സ്വിഫ്റ്റ് ഏജിൽ പ്രിഡേറ്റർ. ഭയങ്കര ഇങ്ങനെ അനങ്ങാതിരുന്നിട്ട് ഭയങ്കര ഫാസ്റ്റായിട്ട് വന്നിട്ടാണ് അതതിൻ്റെ പ്രേയെ ക്യാപ്ചർ ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് അങ്ങനെയുള്ള ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. കണ്ടോ? അപ്പം അത് ഇങ്ങനെ ഒരു ക്രാബിനെ ലക്ഷ്യമിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ക്രാബിനെ നോക്കി പോവുകയാണ്. അപ്പോൾ ഒരു ഷാർക്ക് വരും. ആ ഷാർക്കിനെ കണ്ടിട്ട് ഒളിക്കുന്നു. പിന്നെ പതുങ്ങി ഇരുന്നിട്ട് ആ ക്രാബിനെ പെട്ടെന്ന് കയറി പിടിക്കുന്നതാണേ. പിന്നെ വേറെ ഫീച്ചർ നമ്മൾ കാണും. ഇതിന്റെ കളർ കണ്ടോ മാറുന്നു, നോക്കിക്കോണേ. സ്രാവ് വരുന്നുണ്ടേ. അപ്പൊ അതിന് പേടിയാണ്. അപ്പൊ അത് A cuttlefish may be clever, but a shark is bigger. And it eats cuttlefish. Time to disappear. അത് ഫോളോ ചെയ്ത് വന്ന ക്രാബ് അങ്ങ് എവിടെയോ ഒളിച്ചു. അപ്പം വേറൊരെണ്ണത്തിനെ ഫോക്കസ് ചെയ്തിട്ട് ചാടി പിടിക്കുന്നത് ഇപ്പൊ നോക്കും. A new target, but the same mesmerizing technique. ബോഡിയുടെ കളർ ഇങ്ങനെ പെട്ടെന്ന് മാറ്റിയിട്ട് അതിന്റെ പ്രേയെ ഹിപ്നോട്ടൈസ് ചെയ്യുമെന്നാണ് പറയുന്നത്. പറയാൻ വേറൊന്നുമില്ല, അതിന് ഞാൻ അനങ്ങാൻ പറ്റാതെ ഇങ്ങനെ അത് സ്റ്റാർട്ടിലായിട്ട് ഇങ്ങനെ ഇരിക്കും എന്നോ. For those that manage to establish themselves in the അങ്ങനെയാണ് അതിന്റെ ഒരു ഫീഡിങ്. സോ ഏജിൽ പ്രിഡേറ്റർ ആണ്. കണ്ട, ഇനിയും ഇതിന് എന്തുകൊണ്ടാണ് സിഫാലോപോഡ് എന്ന ആ പേര്, ആ ക്ലാസ്സിന് അങ്ങനെ ഒരു പേര് വന്ന എന്താന്ന് നോക്കി. ഫൂട്ടിന് ചില മോഡിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. ഫൂട്ട് എന്താന്ന് നമുക്കറിയാം, അത് മൂവ്മെന്റ് ലൊക്കോമോഷൻ ഉപയോഗിച്ചിരുന്ന സ്ട്രക്ചർ ആണ്. ആ ഫൂട്ട് ആംസ് ആയിട്ട് മോഡിഫൈ ചെയ്തു. ഹെഡിനും മൗത്തിനെയും സറൗണ്ട് ചെയ്തിട്ട് എന്തായിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്? ആംസ് ആയിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സിഫാല മീൻസ് ഹെഡ്. അപ്പോൾ അവിടെ ആംസ് ആയിട്ട് വന്നുകൊണ്ടാണ് ആ ക്ലാസ്സിന് സിഫാലോപോഡ്സ് എന്ന് പറയുന്നത്. ഇവര് ഏതിൽ നിന്നുണ്ടായതാണെന്ന് അറിയാമോ? ലിംബറ്റിന് നമുക്കറിയാമല്ലോ, ഇങ്ങനെ നമ്മൾ കണ്ടായിരുന്നു, ഈ ഒരു ഷേപ്പിൽ ഉള്ള മൊളസ്കായിരുന്നു അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ലിംബറ്റ് ലൈക്ക് മോണോപ്ലക്കോഫോറയിൽ നിന്നാണ് ഇവർ ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്.
സെലിൻ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ബോഡി നോക്കുവാണെങ്കിൽ ബൈലാറ്ററലി സിമെട്രിക്കൽ. ബൈലാറ്ററൽ സിമെട്രി എന്താന്ന് പറയണ്ടല്ലോ. അതിന് ഏതൊക്കെയാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? ഹെഡ്, ഫൂട്ട്, വിസറൽ, മാസ് എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഹെഡും ഫൂട്ടും ഇത് ഒരു എൻഡിൽ തന്നെയാണ്. ബോഡിയുടെ ഇലോങ്ങേറ്റഡ് ബോഡിയുടെ ഒരു എൻഡിൽ തന്നെയാണ് ഈ ഹെഡും ഫൂട്ടും. കാരണം ഫൂട്ട് മോഡിഫൈ ചെയ്ത ആംസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഹെഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹെഡ് നമുക്ക് എടുത്തറിയാൻ പറ്റും. വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഐസ്, മൗത്ത് ഇതെല്ലാം ഹെഡിലുണ്ട്. പിന്നെ ഫൂട്ടിന്റെ മോഡിഫിക്കേഷൻ എന്താ? ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ. എന്തായിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്? ഒരു സൈഫൺ ഉണ്ട്. അതേപോണക്ക് സൈഫൺ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ സൈഫൺ ചെയ്തെടുത്തിട്ട് അത് പുറത്തേക്ക് ചീറ്റി അത് പെട്ടെന്ന് പ്രൊപ്പൽ ചെയ്ത് പോകും. അങ്ങനെ ഒരു ഫങ്ഷൻ ഉണ്ട്. ഫ്ലെക്സിബിൾ. പിന്നെ അതേപോണക്ക് ആംസ് അല്ലെങ്കിൽ ടെൻഡക്കിൾസ് ആയിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഏതാണ്? നമ്മുടെ ഫൂട്ടിന്റെ മോഡിഫിക്കേഷൻ ആണ്. അപ്പോൾ ഒരു സൈഫൺ ആയിട്ട് മാറുന്നുണ്ട്. പിന്നെ എ സെറ്റ് ഓഫ് ഫ്ലെക്സിബിൾ സക്കറുള്ള കുറെ ആംസ് ആയിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. സക്കേഴ്സ് അതെല്ലാം നമ്മൾ ഇനിയിപ്പോ കാണും. മാൻഡില് ഇവിടെ നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം എന്തുവായിരുന്നു? മാൻഡില് ഷെല്ലിന്റെ അടിയില് ഷെല്ല് സെക്രീറ്റ് ചെയ്യുന്ന മാൻഡിൽ, അതിൽ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ മാൻഡില് ആണ് പുറമേ കാണുന്നത്. തിക് മസ്കുലാർ പ്രൊട്ടക്റ്റീവ് എൻവലപ്പ്. കണ്ടോ? അപ്പം ഇത് ഷെല്ല്, ആ ബോൺ അത് അതിന്റെ ഉള്ളിലാണ് കാണുന്നത്. മാൻഡിലിന്റെ ഉള്ളിൽ അതിനെ കട്ടിൽ ബോൺ എന്ന് പറയും. അതുള്ളത് കൊണ്ടാണ് ഇതിനകത്തെ ക്ലാസ്സിൽ എക്സാമ്പിൾ കട്ടിൽ ഫിഷിന് പേര് വന്നത്. ഇന്റേണൽ സ്കെൽട്ടൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അതൊക്കെ വരും. അപ്പൊ ഷെൽ അതിന്റെ കാര്യമോ പറയാൻ പോകും. നോക്കിയോ, പ്രസന്റ് ഓർ ആബ്സെന്റ് ഈ ക്ലാസ്സിന് ജനറൽ ആയിട്ട് പറയുമ്പോൾ ഇന്റേണലിയും വരാം, എക്സ്റ്റേണലിയും വരാം. അപ്പൊ എക്സ്റ്റേണലി ഷെല്ലുള്ള വേറെ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഞാൻ കട്ടിൽ ഫിഷിന്റെ കാര്യമാണ് എടുത്തെന്ന് പറഞ്ഞത്. ജോസും റാഡുലയും നമുക്കറിയാലോ. റാഡുല എന്ന് പറയുമ്പോഴത്തേക്ക് ടീത്ത്ഡ് ആയിട്ടുള്ള മാസ്റ്റിക്കേറ്ററി ഗ്രാസ്പിംഗ് ഓർഗൻ ആണ്. ഇങ്ക് സാക്ക്, കണ്ടാ, ഇതിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ്. ഇങ്ക് സാക്ക് ഉണ്ട്. ഇത് ഇങ്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഇതിനെ ഏതെങ്കിലും പ്രിഡേറ്റർ അല്ലെങ്കിൽ ഇത് എങ്ങനെയും ഇറിറ്റേറ്റഡ് ആകുമ്പോൾ ആ ഇങ്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് പുറത്തേക്ക് ചീറ്റുമ്പോഴത്തേക്ക് ആ ഒരു ക്ലൗഡിനെസ് അതിൽ മീൻസ് അതിന്റെ പ്രിഡേറ്ററിന് ഇതിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അത് ഇങ്ങനെ പെട്ടെന്ന് ഡിസപ്പിയർ ചെയ്യും. ഓക്കെ, റെസ്പിറേറ്ററി ഓർഗൻ ടിനീഡി, അതായത് ഗിൽസ് ആണ്. എക്സ്ക്രീറ്ററി ഓർഗൻ കിഡ്നീസ് ആണ്. നെർവസ് സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് വെൽ ഡെവലപ്ഡ്. അതിനൊരു ബ്രെയിൻ ഉണ്ട്. അതിനെ മെയിൻ ഗാംഗ്ലിയ എന്ന് പറയാം. അത് ഈസോഫാഗസിന്റെ ആ ഒരു റീജിയനിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാനത് കാണിക്കാം. സോ ഈസോഫാഗസ് ഈ ഒരു പോർഷനിൽ വരും. അതാ ഞാൻ ആ മാർക്ക് ചെയ്ത പോർഷൻ കണ്ടോ, ഇവിടെയാണ് സെറിബ്രൽ ഗാംഗ്ലിയയിലെ ബ്രെയിൻ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ അതിൽ നിന്ന് കണ്ടോ, ഇത് മറ്റു നെർവ്സ് അതിന്റെ എക്സ്റ്റൻഷൻസ് എല്ലാം നമുക്ക് കാണാം. ഉണ്ടോ, ഇവിടോട്ടെല്ലാം നെർവ് സപ്ലൈ ഉണ്ട്. പിന്നെ കണ്ണിലോട്ട് ഉണ്ട്, കണ്ടോ, ഒപ്റ്റിക് നെർവും ഒപ്റ്റിക് ഗാംഗ്ലിയൊക്കെ ഉണ്ട്. സോ അതാണ് അതിന്റെ നെർവസ് സിസ്റ്റം. സെൻസ് ഓർഗൻസ് വെൽ ഡെവലപ്ഡ് ആണ്. റീപ്രൊഡക്ഷൻ, സെക്സസ് ആർ സെപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ ഗോണോകോറിക്. ഡെവലപ്മെന്റ് ഡയറക്റ്റ് ആണ്. അപ്പൊ അതിനകത്ത് ലാർവൽ സ്റ്റേജസ് ഒന്നും ഇല്ല ഇവിടെ കേട്ടോ. കോമൺ എക്സാമ്പിൾസ് സെപ്പിയ കട്ടിൽ ഫിഷ്, ലോലിഗോ ഓർ സ്ക്വിഡ്, നോട്ടിലസ്, ആർക്കിടൂത്തസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സൈസ് ഉള്ള ഈ കട്ടിൽ ഫിഷിനെ പോലെ അല്ലെങ്കിൽ ലോലിഗയെ പോലെ തന്നെ ഇരിക്കുന്ന എൻ്റെ ഇമേജ് കാണിക്കാം. കണ്ടോ? അപ്പോൾ കമ്പയർ ചെയ്ത് ഹ്യൂമൻ ബീയിങ്ങിന്റെ സൈസും ഇതിന്റെ സൈസും 20 മീറ്റർ വരെയൊക്കെ നീളം ഉണ്ടാവുമെന്നാണ്. അതിന്റെ ടെൻഡക്കിളൂടെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത്രയും നീളം ഈ ആർക്കിട്യൂത്തസിന് ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ സെപ്പിയെ കുറിച്ച് പഠിക്കാം, അതായത് കട്ടിൽ ഫിഷ്. കോമൺ നെയിം കട്ടിൽ ഫിഷ്. ഞാൻ പറഞ്ഞു കട്ടിൽ ഫിഷ് എന്ന പേര് വരാൻ കാരണം കട്ടിൽ ബോൺ ഉള്ളതുകൊണ്ടാണ്. ഇനി ഹാബിറ്റാറ്റ് എവിടെ കാണുന്നത്? ഷാലോ, അധികം ആഴമുള്ള വെള്ളത്തിലല്ല കാണുന്നത്. ഷാലോ കോസ്റ്റൽ വാട്ടർ വാം സീസിലാണ് കാണുന്നത്. മെഡിറ്ററേനിയൻ സീസിലാണ് കാണുന്നത്. നൊക്ടേണലാണ്, കണ്ട, രാത്രിയിലെ വന്നിട്ട് ഇര പിടിക്കാനൊക്കെ ഇറങ്ങത്തുള്ളൂ. അപ്പം പകൽ എവിടെ ഇരിക്കും? കടലിന്റെ അടിത്തട്ടിൽ ഷാലോ അതിന്റെ ബോട്ടത്തിൽ പോയി ഇങ്ങനെ അനങ്ങാതിരിക്കും. രാത്രിയാകുമ്പോൾ ഇങ്ങനെ പാഞ്ഞു വരും. ഓക്കെ, ഡ്യൂറിങ് നൈറ്റ് ഇറ്റ് സ്വിംസ് അപ്പ് വിത്ത് ദ അൺഡുലേറ്റിംഗ് മൂവ്മെന്റ് ഓഫ് ലാറ്ററൽ ഫിൻസ്. ബോഡിയുടെ ലാറ്ററൽ സൈഡിൽ ഫിൻസ് ഉണ്ട്, അത് വെച്ച് കാണിക്കാം ഞാൻ. ഇതാണ് ഫിൻസ്.
മൂവ്മെന്റ് എന്ന് പറയുന്നതാണ് ഓക്കെ. അപ്പൊ അങ്ങനെ മൂവ് ചെയ്തിട്ടാണ് ഇത് താഴോട്ടും മുകളിലോട്ടൊക്കെ പോകുന്നത്. ഓക്കെ. ഫിൻസ് ആക്ട് ആസ് ബാലൻസിങ് ഓർഗൻ ഓൾസോ. ബാലൻസിങ് ഓർഗൻ ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിന് ഈ ഫിൻസിന്റെ സഹായത്തോടു കൂടി മുമ്പോട്ട് പുറകോട്ട് ഭയങ്കരമായിട്ടും സ്പീഡിൽ പോകാൻ പറ്റും. ബൈ ജെറ്റ് പ്രൊപ്പൽഷൻ ഭയങ്കര സ്പീഡിൽ പോകാൻ പറ്റും. ബോഡിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷോർട്ട് ആണ്, ബ്രോഡ് ആണ്. കണ്ടോ, ഷോർട്ടും ആണ്, ബ്രോഡ് ആണ്, ബൈലാറ്ററലി സിമെട്രിക്കൽ അല്ലേ, ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ്, ഡോസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ആണ്, ഡിവിസിബിൾ ഇൻ ടു ഹെഡ്, നെക്ക്, ട്രങ്ക് അല്ലേ, ഹെഡ്, നെക്ക്, ട്രങ്ക്, ഹെഡ്, നെക്ക്, ട്രങ്ക്, അങ്ങനെയല്ല നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഹെഡ് ബിയേഴ്സ് എ പെയർ ഓഫ് ഐസ്. ഇത് വെൻട്രൽ വ്യൂ ആണ്, അതുകൊണ്ട് ഐസ് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇവിടെ ഒരു സൈഫൺ നമുക്ക് കാണാം കേട്ടോ, അത് പിന്നെ പറയും. അപ്പം ഐസ് ഇതിന്റെ ഡോസൽ സൈഡിലാണ്. നേരത്തെ പിക്ചറിൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ. പിന്നെ മൗത്ത് ഉണ്ട്, 10 സക്കറുള്ള ആംസ് ഉണ്ട്. സക്കേഴ്സ് 4 റോയിൽ വരിയിലായിട്ട് ആംസിനകത്തുള്ള സക്കറുണ്ട്. അപ്പൊ ആ 10 ഉള്ളതിലെ 2 ആം എന്ന് പറയുന്നത് ടെൻഡക്കിളാണ്. ബാക്കിയുള്ള 8 ഷോർട്ട് ആൻഡ് സ്റ്റൗട്ട്. അതിനകത്ത് എന്തൊക്കെയുണ്ട്? 4 ലോജിറ്റ്യൂണൽ റോ ഓഫ് സക്കർ കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ സക്കേഴ്സ് ഇത് വെച്ചിട്ട് അതിനിങ്ങനെ മൂവ് ചെയ്യുമ്പം ഇങ്ങനെ എന്താണ് നല്ല അറ്റാച്ച് ചെയ്തിരിക്കാൻ പറ്റും. ലോക്കോമോഷനൊക്കെ ഹെൽപ്പ് ചെയ്യും ഈ സക്കേഴ്സ്. ഓക്കെ. ഇനി 2 ആം ഉണ്ടല്ലോ, അത് ടെൻഡക്കിൾസ് ആണ്, നമുക്ക് കാണാം. അത് തിന്നാണ്, മറ്റേത് അത്രയും വണ്ണം ഇല്ലല്ലോ. തിന്നാണ്, ലോങ് ആണ്, അതിന്റെ ടിപ്സ് ഇത്തിരി സ്വലനാണ് കേട്ടോ, സ്വലനാണ്. അതേ പോസ് സക്കേഴ്സ് ഓൺലി എറ്റ് ദ സ്വലൻ. ഇതിനകത്ത് ടെൻഡക്കിൾസിനകത്ത് ആ സ്വലൻ പോർഷനിൽ മാത്രമേ സക്കേഴ്സ് ഉള്ളൂ. അപ്പൊ മനസ്സിലായാലും സക്കർ വെച്ചിട്ടാണ് ഇത്. ഇനി പല റോളാണ് സക്കേഴ്സിന്, അറ്റാച്ച് ചെയ്യാൻ, ലോക്കോമോഷൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സക്കേഴ്സ് ആണ്. ഒരു ഗ്രിപ്പ് കൊടുക്കും. ഈ ഒരു ഫീച്ചർ നോക്കിക്കോളൂ, 1 മാർക്കിൽ വേണമെങ്കിൽ ചോദിക്കാം. ഹെക്ടോകോട്ടിലൈസേഷൻ. ഹെക്ടോകോട്ടിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബ്രീഡിംഗ് സീസണിൽ ബോഡി പാർട്ടിൽ ഉണ്ടാവുന്ന ഒരു മോഡിഫിക്കേഷൻ ആണ്. ഏത് ബോഡി പാർട്ടിനാണ് എന്ന് നമുക്ക് നോക്കാം. 4th ആം അല്ലെങ്കിൽ വെൻട്രൽ ആമിന് ഒരു സ്പൂൺ ഷേപ്ഡ്, എത്രാമത്തെ ആമാണെന്ന് നോക്കിയോ, 4th ആം, സ്പൂൺ ഷേപ്ഡ് ടിപ്പ് ഫോം ചെയ്യും. ആ ടിപ്പിന് പറയുന്നതാണ് ഹെക്ടോകോട്ടൈലസ് എന്ന് പറയും. ഹെക്ടോകോട്ടിലൈസ് ഒരു സ്പൂൺ ഷേപ്ഡ്, ഹെക്ടോകോട്ടിലസ് സ്പൂൺ ഷേപ്ഡ് ഒരു മോഡിഫിക്കേഷൻ വരും. അപ്പോൾ എന്താണ് അതിന്റെ യൂസ് എന്ന് പറയുന്നത്? ഈ സ്പൂൺ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് വരാൻ കാരണം സക്കേഴ്സ് ഉണ്ടല്ലോ, 4 വരിയിലുള്ള സക്കേഴ്സ്, അത് സപ്രസ് ഇങ്ങനെ തമ്മിലൊന്നും ഇങ്ങനെ മടങ്ങി വരുമ്പോഴാണ് സ്പൂൺ ഷേപ്ഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ എന്താണ് അതിന്റെ റോള്? ഈ ഹെക്ടോകോട്ടിലസ് വെച്ചിട്ടാണ് മെയിൽ കട്ടിൽ ഫിഷ് സ്പെർമറ്റോഫോറിനെ ഫീമെയിലിന്റെ ബോഡിയിലേക്ക്, അതായത് ഫീമെയിലിന്റെ മാൻഡിൽ ക്യാവിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട്. മനസ്സിലായോ? അപ്പൊ ആ ഹെക്ടോകോട്ടിലൈസേഷൻ ജസ്റ്റ് കാണിക്കുക. കണ്ടോ, ഈ സക്കേഴ്സ് ഇങ്ങനെ ഒരു സ്പൂൺ ഷേപ്പ് കണക്ക് ആയി മാറിയില്ലേ, കണ്ടോ? അപ്പൊ ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത് കൊടുക്കാം ഫീമെയിലിന്റെ ബോഡിയിലേക്ക് സ്പെർമാറ്റോഫോഴ്സ്. അതാണ് ഹെക്ടോകോട്ടിലൈസേഷൻ. അപ്പൊ എന്താണ്, എത്രാമത്തെ ആമിലാണ്, എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളതൊക്കെ ഓർത്തു വയ്ക്കുക 1 മാർക്കിന് വന്നാൽ. കട്ടിൽ ഫിഷിലാണെന്നുള്ള കാര്യവും ഓർക്കുക. കട്ടിൽ ഫിഷ് അതായത് സെപ്പിയ. ഈ ഫണൽ ഓർ സൈഫൺ, അതായത് കണ്ടല്ലോ, ഫണൽ അല്ലെങ്കിൽ സൈഫൺ, അതിനെ കുറിച്ചാണ് പോകാൻ പോകുന്നത്. എ ലാർജ് വൺ ലൈസ് ബിലോ ദ ഹെഡ്. വെൻട്രൽ വ്യൂ ആയതുകൊണ്ട് നമുക്ക് തലയുടെ അടിയിലാണ് ഈ കാണുന്നത്. ബോത്ത് ആംസ് ആൻഡ് ഫണൽ ആർ ഫോംഡ് ബൈ ദ ഈ ഫണലും ഫൂട്ടിന്റെ ഒരു മോഡിഫിക്കേഷൻ ആണ്, ആംസ് പോലെ തന്നെ. ഇപ്പൊ ഞാൻ കാണിക്കാം, എവിടെയും കാണാം, ഈ പിക്ചറിലും കാണാം സൈഫൺ. ഓക്കെ. ഇനി ഐസിന്റെ ഇമേജ് ഫോമിങ് ആ കപ്പാസിറ്റി വെർട്ടിബ്രേറ്റ് ഐസുമായിട്ട് കമ്പയറബിൾ, അത്രയും ഡെവലപ്ഡ് ആണ്. ഇനി ട്രങ്കിനെ കുറിച്ച് പറയുവാണെങ്കിൽ, ട്രങ്ക് നേരത്തെ പറഞ്ഞ കണക്ക് ബ്രോഡ്, ഷോർട്ട്, ഷേപ്പ് ലൈക്ക് എ ഷീൽഡ്, നമ്മുടെ പരിച പോണക്ക്, ഷീൽഡ് പോണക്ക് ആ ഒരു ഷേപ്പില്ലേ, അതേപോലെ ഇരിക്കും. ഈ ലാറ്ററൽ സൈഡിൽ ഇറ്റ് ഈസ് ബോർഡേഡ് ബൈ ഒരു ഫ്രിൽ ലൈക്ക്
ഫ്രിൽ ലൈക്ക് ലാറ്ററൽ ഫിൻ ഉണ്ട്. അത് നേരത്തെ കാണിച്ചായിരുന്നല്ലോ, അണ്ടുലേറ്റിംഗ് ടൈപ്പ് ഓഫ് മൂവ്മെന്റ്. ആ എന്താണ് ഫിന്നിന്റെ ഹെൽപ്പോട് കൂടിയാണ് ഇത് മൂവ് ചെയ്യുന്നത്. പിന്നെ മാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയുടെ മുകളിൽ കാണുന്ന തിക് മസ്കുലാർ ലെയർ എന്ന് പറയുന്നത് മാൻഡിൽ തന്നെയാണ്. ട്രങ്കിനെ കവർ ചെയ്ത് കാണും. ഷെല്ല് എന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിലാണ് വരുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. തിക് കാൽക്കേരിയസ് ആൻഡ് ഷീൽഡ് ലൈക്ക് ഇൻ ഷേപ്പ്. ആ ഷെല്ലുണ്ടല്ലോ ഉള്ളിൽ കാണുമെന്ന് പറഞ്ഞാൽ കട്ടിൽ ബോൺ എന്ന് പറയാം. അത് തിക്കാണ്, കാൽക്കേരിയസ്, കാൽസ്യം വെച്ചിട്ട് ഫോം ചെയ്തിട്ടുള്ളതാണ്. ഷീൽഡിന്റെ തന്നെ ഷേപ്പാണ്, ഈ മാൻഡിലിന്റെ പോലെ തന്നെ ഒരു ഷേപ്പാണ് അതിന്. ഓക്കെ, മാൻഡിലാണ് ഇത് സെക്രീറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ എല്ലാത്തിലും മറ്റു ക്ലാസ്സുകളിൽ കണ്ടുപോകണം. മാൻഡിലാണ് ആ ഷെല്ല് സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഫങ്ഷൻ ഒരു ഇന്റേണൽ സ്കെലിറ്റൺ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ആ ഷെൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു ബോയൻസി, വെള്ളത്തിൽ പൊങ്ങി കിടക്കാൻ. അപ്പൊ പൊങ്ങിക്കിടക്കുക എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകത കാണുമല്ലോ സ്കെൽട്ടന്റെ. ചില ഗ്യാസ് ഫിൽഡ് ചേംബേഴ്സ് ഉണ്ട്, അതിൽ ഗ്യാസ് ഫിൽ ചെയ്തിട്ടാണ് ഇത് ബോയൻസി, പൊങ്ങി കിടക്കുന്നത്. പെലാജിക് ആണെന്ന് പറഞ്ഞില്ലേ, പൊങ്ങിക്കിടക്കുന്നത്. അപ്പൊ ഈ രാത്രി സമയത്ത് ഇത് അടിയിൽ പോകുന്ന എങ്ങനെയാണ്? ആ ഗ്യാസ് ഫിൽഡ് ചേംബേഴ്സിൽ വെള്ളം അത് ഫില്ല് ചെയ്യുമ്പം അതിന് വെയിറ്റ് കൂടിയിട്ട് താഴോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യും. ബോയൻസി അഡ്ജസ്റ്റ് ചെയ്യാം ബൈ ഫില്ലിംഗ് വാട്ടർ ഇൻ എയർ ചേംബേഴ്സ്. എന്നിട്ട് ഇത് രാത്രിയിലല്ല നൈറ്റിലാണ് തെറ്റിപ്പോയത്, അടിയിലേക്ക് ഇങ്ങനെ താഴ്ന്നു പോകും. ഓക്കെ, ഇനി കളർ ചേഞ്ചിങ് ബിഹേവിയർ ആണ്. നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചല്ലോ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതിന്റെ കളർ ചേഞ്ച് ചെയ്യുന്നത്. അത് ഏത് എൻവയോൺമെന്റിൽ ഇരിക്കുന്നോ അതിന്റെ ഒരു പാറ്റേണിലേക്ക് അത് കളർ മാറാൻ പറ്റും. അതിന് സ്വയം ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിനെ ബയോലൂമിനസെന്റ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറയാം. ബയോലൂമിനസെന്റ് നമുക്ക് എന്താണ്, മിന്നാമിന്നി നമുക്ക് എപ്പോഴും പരിചയമാണ്. അത് ബയോലൂമിനസെന്റ് ആണ്. ബയോളജിക്കലി അത് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇതും ബയോലൂമിനസെന്റ് ആണ്. അപ്പം ആ കളർ ചേഞ്ചിങ് ബിഹേവിയർ ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. നോക്കിയേ, ഇവിടെ ആ ഒരു അതിന്റെ എൻവയോൺമെന്റിൽ അതിനെ തിരിച്ചറിയാൻ പറ്റുമോ? ഇങ്ങനെ വന്നപ്പം texture to blend in with the background. It's നിറച്ച് പിഗ്മെന്റ്സ് ആണ്, അതുകൊണ്ട് പെട്ടെന്ന് hard to believe it looking at these pictures, but all these cuttlefish അതേ ഒരു എന്താണ് ടെക്സ്ചറും are exactly the same species. They're simply changing their appearance depending on what's around them. It's called adaptive camouflage, and it's perfect. കാമോഫ്ലേജിങ് എന്ന് പറയും. ഈ എൻവയോൺമെന്റ്, അതിരിക്കുന്ന സറൗണ്ടിങ്ങിന്റെ അതനുസരിച്ച് കളർ മിമിക് ചെയ്യുന്ന കാമോഫ്ലേജിങ് എന്ന്. Hiding from both predators and prey. ചാടി പിടിച്ചേട്ടാ. But can the അങ്ങനെ പിന്നെ എന്താണ് തിരിച്ചറിയാൻ പറ്റത്തില്ല. അതിന്റെ പ്രേക്ക് ഇതിന്റെ പ്രസൻസ് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇതിന് പെട്ടെന്ന് അതിന്റെ ഇരയെ പിടിക്കാനും പറ്റും. ഒരു പെയർ ഓഫ് ഗില്ല്, നെഫ്രീഡിയ, ഇതെല്ലാം മാൻഡിൽ ക്യാവിറ്റിയിലുണ്ട്. ഗില്ല് റെസ്പിറേഷൻ, നെഫ്രീഡിയ എക്സ്ക്രീഷൻ. ഇങ്ക് സാക്ക്, ഇങ്ക് സാക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇങ്ക് സാക്ക് അതിന്റെ ഇങ്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോക്കിക്കോ നിങ്ങൾ, കണ്ടോ? എനിമി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇങ്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് ആ ക്ലൗഡിനെസ്സിനകത്ത് ഇതിന് പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഇങ്ക് സാക്കിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. കൺസിസ്റ്റ് ഓഫ് ഇങ്ക് സാക്ക് ആൻഡ് ഇങ്ക് ഡക്റ്റ്. അപ്പം സാക്കും ഉണ്ട്, ഇങ്ക് റിലീസ് ചെയ്യാൻ ഒരു ഡക്റ്റ് ഉണ്ട്, ഒരു പാസേജ്, ഒരു ട്യൂബ് ലൈക്ക് റിലീസിങ് ചാനലുണ്ട്. അപ്പോൾ ഇത് എവിടുന്ന ഫോം ചെയ്തേക്കുന്നത്? രക്തത്തിന്റെ ഒരു ഔട്ട് ഗ്രോത്ത് ആയിട്ടാണ്, ഒരു ഡൈവേർട്ടിക്കലും ഒരു പൗച്ച് ലൈക്ക് ഔട്ട് ഗ്രോത്ത് ആയിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. പിയർ ഷേപ്ഡ് ആണ്. പിയർ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇങ്ങനൊരു ഷേപ്പ്. എൻ്റെ ആൻറ്റീരിയർ എൻ്റെ ബ്രോഡും താഴോട്ട് വരുമ്പം നാരോ ആയിട്ടുള്ളതാണ് പിയർ ഷേപ്ഡ് സ്ട്രക്ചർ ആണ്. ഇന്നർ ഗ്ലാൻസ്, അതിൻ്റെ ഉള്ളിൽ ഇന്നർ ഗ്ലാൻസ് ആണ് ഈ ബ്ലാക്കിഷ് ഇങ്ക്. ഇത് ആർട്ടിസ്റ്റ് ഇത് പെയിന്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ഹെയർ ഡൈയിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്, ഇതിന്റെ ഇങ്ക് കേട്ടോ. അപ്പോൾ ഈ ഇങ്ക് ഡക്റ്റ് ഓപ്പൺ ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയുമോ? പോസ്റ്റീരിയർ എൻഡ് ഓഫ് ദി റെക്ടം.
റെക്റ്റം എന്ന് പറയുമ്പോൾ ഇൻഡസ്റ്റൈൻ്റെ ഏറ്റവും ടെർമിനൽ എന്താണ് പോസ്റ്റീരിയർ എൻഡ് ഓഫ് ദി റെക്റ്റം ഏനസിനോട് ചേർന്നായിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ആ ഇങ്ക് ഡക്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. അതിന് ഡിസെക്റ്റ് ഔട്ട് ചെയ്യുന്ന ഒരു കൊച്ചു വീഡിയോ ആണ്. അതിനകത്ത് നമുക്ക് കട്ടിൽ ബോൺ കാണാൻ പറ്റുന്നുണ്ട്. കട്ടിൽ ബോൺ മാൻഡിൽ സെക്രീറ്റ്. അതാണ്ട് നമ്മുടെ ഇംഗ്ലണ്ട് എടുക്കും. ഇങ്ക് ഗ്ലാൻഡിന്റെ ടിപ്പാണ് ഉണ്ടോ, ഇവിടെ ഇങ്ങോട്ട് മുകൾ ഭാഗത്തായിട്ട് പിയർ ഷേപ്പിലാണ് കാണുന്നത്. അതിന്റെ ടിപ്പ് ഇത് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെയാണ് ഗ്ലാൻഡ് ഇരിക്കുന്നത്. ഇതാണ് ഇങ്ക് ഗ്ലാൻഡ്. ഇങ്ക് സ്ക്യൂസ് ചെയ്തെടുക്കാൻ പോവാണ്. ഇത്രയും ഇങ്ക്. അതിന്റെ കറുപ്പ് കണ്ടോ, നല്ല ജെറ്റ് ബ്ലാക്ക് കളറാണ്. പിന്നെ ഹെയർ ഡൈക്കകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതേപോണക്ക് പെയിന്റിങ്ങിനൊക്കെ ആർട്ടിസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ക് ഈസ് റിച്ച് ഇൻ മെലാനിൻ ഗ്രാന്യൂൾ. മെലാനിൻ ആണ് ആ കറുപ്പ് കളർ കൊടുക്കുന്നത്. ഈ ആനിമലിനെ ഇറിറ്റേറ്റഡ് അല്ലെങ്കിൽ അറ്റാക്ക് എന്തെങ്കിലും പ്രിഡേറ്റർ ഒന്ന് അറ്റാക്ക് ചെയ്യുമ്പോഴാണ് ഇത് ഈ ഇങ്ക് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നത്. ആ ഒരു പുകമറ അതിന്റെ ക്ലൗഡിനെസ്സിൽ ഇത് എസ്കേപ്പ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റം വെൽ ഡെവലപ്ഡ് ആണ്. നെർവസ് സിസ്റ്റം ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു പിക്ചർ. റീപ്രൊഡക്റ്റീവ് ആസ്പെക്ട്സ് നോക്കുവാണെങ്കിൽ സെക്സസ് സെപ്പറേറ്റ് ആണ്, ഡെവലപ്മെന്റ് ഡയറക്റ്റ് ആണ്, ലാർവ ഇല്ല. ഒരു സിംഗിൾ പോസ്റ്റീരിയർ ഗൊണാഡ് ഉണ്ട് ഇതിന്റെ സീലോമിലായിട്ട്. ഒരു സിംഗിൾ പോസ്റ്റീരിയർ ഗൊണാഡ് ഉണ്ട്. പിന്നെ ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആണ്. സ്പെർമറ്റോഫോർ മെയില് ഹെക്ടോകൊട്ടയിൽ വെച്ചിട്ട് ഫീമെയിലിന്റെ മാൻഡിൽ ക്യാവിറ്റിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അവിടെ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അതാണ് കോപ്പുലേഷൻ്റെ ടൈമിൽ, സെക്ഷൽ ഇൻട്രാക്ഷൻ്റെ ടൈമിൽ ഹെക്ടോകോട്ടലൈസ്ഡ് ആയിട്ടുള്ള സ്പൂൺ ഷേപ്ഡ് ആയിട്ടുള്ള ആ ആം വെച്ചിട്ടാണ് സ്പെർമറ്റോഫോർ ഫീമെയിലിന്റെ മാൻഡിൽ ക്യാവിറ്റിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അത് തീർന്നു. ഇനി നമ്മൾ അടുത്ത ക്ലാസ് സ്കാഫോപോഡ, ലാസ്റ്റ് ക്ലാസ് ആണ്. ഓക്കെ, ഹാബിറ്റാറ്റ് നോക്കുവാണെങ്കിൽ അവർ മറൈനാണ്, ബൊറോയിങ് ആണ് കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്യുക, ബൊറോയിങ് മൊളസ്ക് ആണ്, ഡീപ്പ് വാട്ടേഴ്സിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ നമുക്ക് അവരെ ഒന്ന് കാണാം. ഇതിനകത്ത് ഡെന്റാലിയമാണ് നമ്മൾ പഠിക്കുന്ന എക്സാമ്പിൾ. ഇതിനെ ടസ്ക് ഷെൽ എന്ന് പറയും. ആനയുടെ കൊമ്പ് പോലെ ഇരിക്കുന്ന ഒരു ഷെല്ലാണ്, നീണ്ടിരിക്കും. അതിൻ്റെ ഉള്ളിൽ ഇത് അതിൻ്റെ ഫൂട്ടാണ്. അപ്പോൾ അത് മണ്ണ് ഇങ്ങനെ തുറന്നു പോയിട്ടാണ് അതിൻ്റെ പ്രോട്ടോസോവൻ, ടൈനി ഫൊറാമിനിഫെറ എന്ന് പറയും, അതിനെയാണ് ഇത് ഫീഡ് ചെയ്യുന്നത്. Buried in the sediment. It must have been swept above ground, possibly by a passing fish. The tusk shell's long narrow shell has a hole on each end. The larger opening is called the ventral aperture. This is where the large foot of the mollusk extends out of the shell, dragging it forward, as it looks for a new location to burrow. Scaphopods do not have eyes, since they spend most of their life buried underground, so it uses tactile
കണ്ണില്ല, അതുകൊണ്ട് ബറി ചെയ്തിട്ട് ആണ് ഇത് എപ്പോഴും ജീവിക്കുന്നത്. And chemosensory cues to find a good location. കെമിക്കൽ ക്യൂസ്, അതായത് എന്താണ് ചുറ്റുപാടുമുള്ള ആ കെമിക്കൽ നേച്ചർ നോക്കിയിട്ടാണ് അത് സെൻസ് ചെയ്യുന്നതിന്റെ ചുറ്റുപാടിനെ കുറിച്ചൊക്കെ. The scaphopods seems to like this spot and begins to burrow. The scaphopods digs by projecting their narrow foot into the substrate, squeezing between the grains of sand and pushing them aside. ബൊറോ ചെയ്ത് പോകുന്ന നമുക്ക് കാണാം. This foot can extend quite far out of the shell, allowing it to reach deep into these sediments. Each side of the foot has a ആനയുടെ തുമ്പിക്കൈ പോകുന്ന പോലെ ഉണ്ട്. wing-like projection that can be opened, turning the piercing foot into a broad anchor, locking it in place. It can constrict the muscles of its body with a series of powerful pulls, dragging the rest of the body into the sand. This process is repeated over and over, bringing the tusk shell deeper and deeper into the sand bed. When it is fully submerged, this tusk shell will use a bundle of small tentacles called captacula to hunt for microscopic foods. കപ്റ്റാക്കുല എന്ന് പറയുന്ന ടെൻഡക്കിൾസ് ഉണ്ട് ഇതിനകത്ത്, അത് വെച്ചിട്ടാണ് ഫീഡ് ചെയ്യുക ചെയ്യുന്നത്. കാണിച്ചു തരാം. They are thought to primarily feed on a group of small microbes called foraminiferans. It is a set of crushing teeth called a radula that it will use to pulverize these captured microorganisms. ഇതാണ് ഇതിന്റെ ഒരു നേച്ചർ. നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. അപ്പം ഇതിന് പോയിന്റ്സ് പറയുമ്പോൾ ഈ ഒരു ഇമേജ് അപ്പിയറൻസും അതിന്റെ ബിഹേവിയർ ഒക്കെ നിങ്ങൾ ഓർത്തോണേ. കോമൺലി കോൾഡ് ടസ്ക് ഷെൽസ് അല്ലെങ്കിൽ ടൂത്ത് ഷെൽസ് എന്നാണ് പറയുന്നത്. ആനയുടെ കൊമ്പ് പോണക്ക് ഇരുന്നില്ലേ അതിന്റെ ഷെല്ല് കാണാൻ. ബോഡി പറയുകയാണെങ്കിൽ ഇലോങ്ങേറ്റഡ് ബോഡി അല്ലായിരുന്നു, ഇങ്ങനെ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ബോഡിയാണ്. സോറി, നാരോ ആവും ഇങ്ങോട്ട് വരുമ്പോൾ കേട്ടോ. ഇതെന്തോന്ന്, ഇലോങ്ങേറ്റഡ് ബോഡിയാണ്. യൂണിവാൽവ് ആണ്, ഒറ്റ ഒരു വാൽവേ ഉള്ളൂ. ടേപ്പറിങ് ആണ്, പിന്നെ രണ്ട് എൻഡും ഓപ്പൺഡ് ആണ്. ബോഡിയെ നമുക്ക് എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാം? റെഡ്യൂസ് ഹെഡ്, കോണിക്കൽ ഷേപ്പ് ഒരു ഫൂട്ട് ആൻഡ് വിസറൽ മാസ്. ഇനി ഇവിടെ വേറെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ മാൻഡിൽ ഉണ്ടല്ലോ, മാൻഡിൽ ഡോസിലെ രണ്ട് ലോബ്സ് ആയിട്ട്, രണ്ട് എക്സ്റ്റൻഷൻ ആയിട്ടാണ് ഇരിക്കുന്നത്, രണ്ട് ബോഡിയുടെ. എന്നിട്ട് ഇത് ഇങ്ങനെ വളർന്ന് ചുറ്റും വരും, ഇവിടുന്നും വളർന്നിങ്ങനെ വരും, എന്നിട്ട് വെൻട്രലി വന്ന് ജോയിൻ ചെയ്യും. അങ്ങനെയാണ് ആ വിസറൽ ബോഡി ഇതിന്റെ ഉള്ളിലാക്കിയിട്ട് ഒരു ട്യൂബ് പോണക്ക് ഇത് ഫോം ചെയ്യുന്നത്. ടു ലാറ്ററൽ ലോബ്സ് ഓഫ് ദി മാൻഡിൽ ഫ്യൂസ്ഡ് മിഡ് വെൻട്രലി ടു ഫോം എ ട്യൂബ് അറൌണ്ടിങ് ദ എൻറ്റയർ ബോഡി. അപ്പോൾ വിസറൽ മാസ് ഇതിന്റെ ഉള്ളിൽ വരും. ഓക്കെ, ഇനി ഫുഡ് ഇതെന്താ കഴിക്കുന്നത്? മൈക്രോ കാർണിവോറസ് ആണ്. ഫൊറാമിനിഫറൻസിനെയാണ് കൂടുതലായിട്ടും കഴിക്കുന്നത്. പറയുമ്പോഴത്തേക്കും സിംഗിൾ സെല്ലുലാർ യൂണിസെല്ലുലാർ ആയിട്ടുള്ള പ്രോട്ടോസോവൻസ് ആണ് ഫൊറാമിനിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ റാഡുല ഉണ്ട്, ഇവിടെ 7 അല്ല കേട്ടോ. ഓക്കെ, റാഡുല ഉണ്ട്. പിന്നെ ഒരു യുണീക് ഫീഡിങ് ടെൻഡക്കിൾ ഇതാണ് ഇവിടെ നമുക്ക് കാണാം. ഫീഡിങ് ടെൻഡക്കിൾ അതിന് പറയുന്നത് ക്യാപ്റ്റാക്കുല എന്ന് പറയും. ക്യാപ്റ്റക്കുല ഇതിനകത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ടേമാണ്. ക്യാപ്റ്റക്കുല ക്യാപ്ചർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ക്യാപ്റ്റക്കുല ഉണ്ട്. ഗിൽസ് ആബ്സെന്റ് ആണ്. റെസ്പിറേഷൻ മാൻഡിൽ ക്യാവിറ്റി വഴിയാണ് നടക്കുന്നത്. റീപ്രൊഡക്റ്റീവ് ആസ്പെക്ട് നോക്കുകയാണെങ്കിലോ സെക്സസ് സെപ്പറേറ്റ് ആണ്, സിംഗിൾ ഗൊണാഡേ ഉള്ളൂ. ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആണ്. ഡെവലപ്മെന്റ് ഇൻഡയറക്റ്റ് ആണ്. ഇവിടെ ഉണ്ടോ ഇൻഡയറക്റ്റ്. അപ്പൊ ലാർവ അതിന്റെ ആ ലൈഫ് സൈക്കിളിൽ ട്രോക്കോഫോർ ലാർവൽ സ്റ്റേജും ഉണ്ട്, വെലിഗർ സ്റ്റേജസും ഉണ്ട്. കോമൺ എക്സാമ്പിൾസ് ഡെന്റാലിയം, കാഡുലസ്, ആന്റാലിസ്, ഗാരില്ല എക്സെട്ര. ഇതിനെല്ലാം നമ്മൾ കണ്ട ഡെന്റാലിയത്തിന്റെ ഒരു ടസ്ക് ഷെൽ ആ ഒരു ഷേപ്പ് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അതിന്റെ എല്ലാത്തിന്റെ ഇമേജ് ഒന്നും കാണിക്കുന്നില്ല. ഡെന്റാലിയം നമുക്ക് നോക്കാം. ഹാബിറ്റാറ്റ് മെറൈൻ ബറോയിങ് അനിമൽ. പിന്നെ ഡീപ്പ് വാട്ടറിലാണ് കാണുന്നത്. പോളാർ റീജിയൻ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും കാണപ്പെടുന്ന ഒരു ഓർഗാനിസമാണ്. ബോഡി ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ്. ഇലോങ്ങേറ്റഡ് ആണ്, കണ്ടായിരുന്നല്ലോ. ബോഡിയെ നമുക്ക് ഹെഡ്, ഫൂട്ട്, വിസറൽ മാസ് എന്ന് ഡിവൈഡ് ചെയ്യാം. പിന്നെ ഹെഡ് പുവർലി ഡെവലപ്ഡ് ആണ്. ഐസ് ഇല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഐസ് ഇല്ല. അതുകൊണ്ടെങ്കിൽ അടിത്തട്ടിൽ മണ്ണിൽ ഇങ്ങനെ പൂഴ്ന്നാണ് ഇത് ജീവിക്കുന്നത്. ഫൂട്ട് നോക്കുവാണെങ്കിൽ കോണിക്കലാണ്, അത് വെച്ചിട്ടാണ് ഡിഗ് ചെയ്ത് ഞാൻ കണ്ടായിരുന്നല്ലോ നമ്മൾ ഡിഗ് ചെയ്ത് പോകുന്നത്.
മാൻറ്റിൽ 2 ലോബ്സ്, നേരത്തെ ഞാൻ വരച്ച് കാണിച്ചതുപോലെ 2 ലോബുണ്ട്. അത് ഡോസലി തുടങ്ങി ബോഡിയുടെ വെൻട്രൽ സൈഡിൽ നടുക്കായിട്ട് അത് ചേരുമ്പോൾ ഒരു ട്യൂബ് കണക്ക് വരും. അതിൻ്റെ ഉള്ളിലാണ് വിസറൽ മാസ് ഇരിക്കുന്നത്. അപ്പോൾ ഈ മാൻറ്റിൽ ഇറ്റ് സെക്രീറ്റ്സ് ഒരു ട്യൂബുലാർ ഷെല്ല് സെക്രീറ്റ് ചെയ്യും. ആ ട്യൂബുലാർ ഷെല്ല് നമ്മൾ കണ്ടായിരുന്നു ഡെൻഡലിത്തിൻ്റെത് അല്ലേ? ട്യൂബുലാർ ഷെല്ല് സെക്രീറ്റ് ചെയ്യും. അത് ബോത്ത് എൻഡ്, 2 എൻഡും ഓപ്പൺ ആയിരിക്കും. ഡൈജസ്റ്റീവ് സിസ്റ്റം നോക്കുവാണെങ്കിൽ മൗത്ത് ലൈസ് അറ്റ് ദി എൻഡ് ഓഫ് പ്രൊബോസസ്. ദാണ്ട് ഇവിടെ നമുക്ക് കാണാൻ, കണ്ടോ? മൗത്ത് എൻ്റെ ഇവിടെ കണ്ടല്ലോ, മൗത്ത്. പ്രൊബോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാരിങ്സിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആണേ, അവിടെയാണ് മൗത്ത്. ബക്കൽ ക്യാവിറ്റിയിൽ നമുക്ക് റാഡുലയൊക്കെ കാണാൻ പറ്റും, റാഡുല പ്രസൻ്റ് ആണ്. പിന്നെന്താണ്? ഡോസലി 2 ലോബ്സ് ഉണ്ടോ, 2 ലോബ് ബിയറിംഗ് ലാർജ് നമ്പർ ഓഫ് സ്പെഷ്യലൈസ്ഡ് ടെൻഡക്കിൾസ്. ക്യാപ്റ്റക്കുല ഉണ്ടോ, അതിനെ ക്യാപ്റ്റക്കുല എന്ന് പറയും. ഈ ക്യാപ്റ്റക്കുല എന്ന് പറയുന്നത് അത് സീലിയേറ്റഡ് ആണ്, ത്രെഡ് ലൈക്ക് ആണ്, അതേപോണക്ക് റീജനറേറ്റീവ് പവർ ഉള്ളതാണ്. അപ്പം മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ വീണ്ടും റീജനറേറ്റ് ചെയ്യും. ഈച്ച് ക്യാപ്റ്റക്കുല, അതിൻ്റെ ടിപ്പിൽ ഒരു ബൾബ് നമുക്ക് കാണാൻ പറ്റും, ഉണ്ടോ? ടിപ്പിൽ ബൾബുണ്ട്, അത് ഗ്ലാൻസ് ഉണ്ട്, പിന്നെ ഒരു സൈഡിൽ ഒരു സെൻസറി പിറ്റ്, സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻസറി പിറ്റും ഉണ്ട് അതിൻ്റെ. സോ അതുകൊണ്ട് ഒരു സെൻസറി ആസ് വെൽ as ഫീഡിങ് ഓർഗനാണ് ഈ ക്യാപ്റ്റക്കുല എന്ന് പറയുന്നത് ഡെൻഡാലിയത്തിൻ്റെ. സോ വിത്ത് ദിസ് വി ഫിനിഷ് സ്കാഫോപോഡ ഓൾസോ. അപ്പോൾ നമ്മൾ 7 ക്ലാസ്സസ് ഓഫ് മോളസ്കും അതിൻ്റെ എക്സാമ്പിൾസും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും എല്ലാം പഠിച്ചിട്ടുണ്ട്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു. സോ വിത്ത് ദിസ് ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് ദിസ് വീഡിയോ. താങ്ക് യു. I'm an icon, man. And my girl about a 10. I should fuck her in the Benz.